പറഞ്ഞില്ലേ അയാളെ പറഞ്ഞില്ല. അല്ല അത് മൂപ്പരോട് പറഞ്ഞു. അവിടെ സപ്പോർട്ട് ചെയ്യല്ലേ? അവന്റെ ആളാണ് നിങ്ങളെ ആ തകർത്ത് വേണ്ട. ഞാൻ പറയുന്നത് എന്താണ്? എന്നോട് കൊണ്ടുപോകാൻ ഞാൻ പറയുന്നത് എന്നോട് കൊണ്ടുപോകാനല്ല, അവിടെ കലത്താകണ്ടേ. അവിടെ ഇയാൾ പെണ്ണുങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അവൻ പള്ളിയുടെ പോകല്ല. അവൻ പള്ളിയുടെ പോകല്ല. നേടുവാൻ ഈ അവസരം നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കേട്ടോ. ഒരു നേരത്തിനോ ഒരു സെക്കൻഡിനോ ഒരു മിനിറ്റിനോ ഒരാൾക്ക് വേണ്ടി നമുക്ക് നമ്മളെ വീട്ടുകാർക്കും സുഹൃത്തുക്കും ഒക്കെ വേണ്ടി കേട്ടോ. ഉച്ചയ്ക്ക് സൂപ്പുണ്ടല്ലോ ഉണലുകൾ, അതൊക്കെ തേച്ച് കൊടുക്കുക. അലർജികൾ ഉണ്ടാവില്ല. ചെറിയ പൈസ 50 ആലങ്കല്ലും 50 പൊടി കൂടി 60 റുപ്യ. ഇനി നിങ്ങൾക്ക് 120 റുപ്യൻ്റെ പൊയ്ത്താലും കൂടി തരാണെങ്കിൽ 100 റുപ്യ എന്നാൽ മതി കേട്ടോ. ഇതൊക്കെ ഇന്നത്തെ അവസ്ഥയാണ്. അത് 40 പൊടി കണ്ടമാനം പരിപാടിയാണ് കേട്ടോ. പെണ്ണുങ്ങൾക്ക് 26 രോഗം മാറ്റുന്ന മരുന്നാണ് അത് കേട്ടോ. ഷേവിങ് ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ, മുറിവേറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാൻ, ചൊറിച്ചിലും ഉപയോഗിക്കാൻ, അലർജികൾക്ക് ഉപയോഗിക്കാൻ 120 റുപ്യൻ്റെ വേണ്ട പൊയ്ത്താലും 2 എണ്ണത്തിന് 100 റുപ്യക്ക്. 2 എണ്ണത്തിന് കേട്ടോ. കൊതുവ്, പ്രാണി, ഈച്ച, എറുമ്പുകളൊന്നും കൊണ്ട് അടുക്കൂല കേട്ടോ. അല്ല നോക്കി മുതല് നോക്കി അവൻ്റെ വീട്ടിൽ ഉപയോഗമുള്ള സാധനങ്ങളാണ്. കൊതുവ്, പ്രാണി, ഈച്ച, എറുമ്പുകളൊന്നും അടുക്കൂല. 2 എണ്ണത്തിന് 100 റുപ്യക്കാണ്. നിങ്ങൾക്കൊരു വേറൊരു കിറ്റ് ഉണ്ട്. ഇതാ വേറൊരു കിറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ നില കിട്ടുന്നതാ. അത് ആലങ്കല്ല്. ഇതാ 120 റുപ്യ വില ഇടുന്ന ഒരു പൊയ്ത്തായ കിട്ടും. 50 റുപ്യ ആലങ്കല്ല് കിട്ടും. 59 ആല പൗഡർ കിട്ടും. 26 അറുപത് കൂടി 100 റുപ്യക്ക് കിട്ടും കേട്ടോ. 300 റുപ്യയുടെ സാധനങ്ങൾ തരണം കേട്ടോ. അത് മുഖത്തൊക്കെ തേക്കാൻ, മേലൊക്കെ തേച്ച് കുളിക്കാൻ, കുയിനകത്തിന് ഉപയോഗിക്കാൻ, കലുവിൻ്റെ എറിയാൻ ഉപയോഗിക്കാൻ 2 കൂടി 60 റുപ്യ. കല്ലും പൊടി കൂടി 60 റുപ്യ. വളരെ നാച്ചുറൽ സാധനമാണ്. എല്ലാവർക്കും ഉപയോഗമുള്ള സാധനമാണ് ആലങ്കല്ല്. വേനക്കില്ല. തലവേദനക്ക്, ജലദോഷത്തിന്, പ്രാണികൾ, ഈച്ചകൾ, എറുമ്പുകളൊക്കെ പോലെ എല്ലാം തലവേദനക്ക് ഉപയോഗിക്കാന്ന് പറയാം. പോയിത്താല് അനവധി നിരവധിയാണ് ആലം. നല്ല ക്ലിയറായി. തൊക്ക് ഭാഗം, കോത്തിന്റെ ഭാഗം, അടിവസ്ത്ര ഭാഗങ്ങളൊക്കെ തേക്കാണ്. ഒരു കല്ലിട്ട് ഒരു ആയിരത്തിന്റെ പൊടികൾ ഇട്ടു കേട്ടോ. പറഞ്ഞില്ലേ അയാളെ പറഞ്ഞില്ല. അല്ല അത് മൂപ്പരോട് പറഞ്ഞു. അവിടെ സപ്പോർട്ട് ചെയ്യല്ലേ? അവന്റെ ആളാണ് നിങ്ങളെ ആ തകർത്ത് വേണ്ട. ഞാൻ പറയുന്നത് എന്താണ്? എന്നോട് കൊണ്ടുപോകാൻ ഞാൻ പറയുന്നത് എന്നോട് കൊണ്ടുപോകാനല്ല, അവിടെ കലത്താകണ്ടേ. അവിടെ ഇയാൾ പെണ്ണുങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അവൻ പള്ളിയുടെ പോകല്ല. അവൻ പള്ളിയുടെ പോകല്ല. കല്ലും പൊടി പള്ളിക്കൊന്ന് ഇറങ്ങിയേക്ക് അവന് സപ്പോർട്ട് ചെയ്യണ്ട. അവന്റെ ആളാണ്, എനിക്ക് മനസ്സിലായി. അവന്റെ ആളാണ്. ഓരോ മനുഷ്യന്മാരുള്ള 5 കൊല്ലൊക്കെ കുറഞ്ഞവരുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ദുനിയാവല്ലേ. ആദ്യമായിട്ട് കാണാൻ എല്ലാവരും മനുഷ്യരെ വന്നിട്ട് അവിടെ പണ്ടാറ് കാണാൻ വേണം പറയാം. ഇവരുണ്ടെങ്കിൽ ചുമ്മാ കഴിഞ്ഞ് വന്നു. അത് വെക്കാനായി വലിയ സപ്പോർട്ട് ചെയ്യാനല്ല വരും. ഞാൻ പറയുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ ദ്വാര കേൾക്കുന്നില്ല, ഒരു സലാത്ത് കേൾക്കുന്നില്ല, ഒരു ദിക്റ് കേൾക്കുന്നില്ല. കമ്മിറ്റിനോട് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇവിടെ ഒഴിവാക്കണം. പള്ളിക്കത്തിൽ സാധനം പറഞ്ഞു പള്ളിൻ്റെ മുന്നിൽ ആരും കൊണ്ടു വന്നിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്താ എല്ലാത്തിനൊക്കെ കണക്കില്ല. ആവശ്യമല്ല കൊണ്ടാണിക്കുന്നത് എല്ലാ ആഴ്ചയിലും മുന്നിങ്ങോട്ട് കൊടുത്തില്ല. അവരെ കച്ചവടം കിട്ടാൻ അതിനെന്തെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ സുഖമില്ലാത്ത ആളുകൾ അങ്ങനെ പറയണം. മനുഷ്യൻ 2 ഭർത്താരും മതി പോവും. ശരി, സുഖമില്ലാത്ത